തില്ലാന തില്ലാന ഞാൻ തിത്തത്തിങ്കിൽ തേന ടിക്ക് ടിക്ക് നെഞ്ചിൽ തില്ലാന കൊഞ്ചപ്പാട്ട് മൈന നീ കൊഞ്ച് കൊഞ്ചി പോന ടിക്ക് ടിക്ക് നെഞ്ചിൽ തില്ലാന. ഹായ് മക്കളെ. അപ്പോഴേ എല്ലാ മക്കൾക്കും അമ്മയുടെ ഒരു പുതിയ വീഡിയോയിട്ട് സ്വാഗതം. അപ്പോൾ എല്ലാവരും ചായയൊക്കെ കുടിച്ചോ? അമ്മ രാവിലെ എഴുന്നേറ്റ് ഇന്നത്തെ ഉറക്കം ശരിയായില്ല, ഉറക്കം വളരെ കുറവായിരുന്നു ഇന്നലെ. അപ്പോൾ അതിൻ്റെ ആ ഒരു ക്ഷീണം ഇങ്ങനെ നിൽക്കുന്നു. രാവിലെ എഴുന്നേറ്റ് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. നമ്മൾ ചായ ഇട്ട് കൊണ്ടുവന്ന് എല്ലാവരും ചായ കുടിച്ചോ? ചായയൊക്കെ ഇട്ട് കൊണ്ടുവന്ന് കുടിക്കാൻ പോകണം. അപ്പം അമ്മ ചായ കുടിച്ചിട്ട് കാണിച്ചു തരാം. കാപ്പി ഉണ്ടാക്കുന്നുണ്ട്. ഇന്നലെ അമ്മ ഇഡ്ഡലിക്ക് മാവൊക്കെ അരച്ച് വെച്ചിട്ടുണ്ട്, കാണിച്ചു തരാം. അപ്പം ഇഡ്ഡലി പുഴുങ്ങാൻ നേരത്ത് നമുക്ക് കാണാം. അപ്പം നമ്മൾ ഇഡ്ഡലിയുടെ മാവൊക്കെ ഇന്നലെ അരച്ച് വെച്ചില്ലായിരുന്നു. അതാ ഉണ്ടോ, നല്ല അടിപൊളിയായിട്ട് പൊങ്ങിയിട്ടുണ്ട്. അമ്മ ഒരു സ്വല്പം പച്ചരിയും തോനെ ഉഴുന്നും അരയ്ക്കുന്നുണ്ടിലേക്ക്. അപ്പോൾ അമ്മ ഇഡ്ഡലി പുഴുങ്ങാനായിട്ട് താണ്ടെ തട്ടൊക്കെ എണ്ണ തേച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വെള്ളം തുറച്ച് നമുക്ക് ഇഡ്ഡലി പുഴുങ്ങാം, തട്ട് വെക്കാം. അപ്പോൾ അപ്പോഴത്തേക്ക് സാമ്പാർ, നമ്മുടെ സാമ്പാർ സൂപ്പർ സാമ്പാർ ഉണ്ടാവും. ഇത് അടിപൊളി സാമ്പാർ. എന്താ സാമ്പാറൊക്കെ കൂടെ റെഡിയായിട്ടുണ്ട്. നമുക്ക് ഇഡ്ഡലിയുടെ മാവ് ഒഴിക്കാം. എല്ലാവരും രാവിലെ കാപ്പിയൊക്കെ കുടിച്ചോ? എന്താ നല്ല അടിപൊളി മാവാ. ഉഴുന്ന് തോനെ അരച്ചിട്ട് അരി കുറച്ചരയ്ക്കും. അങ്ങനെ ഞങ്ങളുടെ സാധാരണ ദോശയ്ക്ക് അങ്ങനെ എടുക്കാറുള്ളൂ. രണ്ടാമത്തെ തട്ട് വെച്ച് കൊടുക്കാം. അപ്പം അത് പുഴുങ്ങട്ടെ. പുഴുങ്ങിയിട്ട് വെന്തിട്ടൊന്ന് കഴിക്കാം. അമ്മ ഏതാ ഇഡലിയൊക്കെ തന്നെ ഇവിടെ പുഴുങ്ങിയിട്ടുണ്ട്. അപ്പം ഇനി ഒരു കപ്പ് കൊണ്ട് ഇത് എടുത്ത് വെച്ചിട്ടാണുണ്ടോ, പഞ്ഞി പോലുള്ള ഇഡലിയാണ്. അപ്പം നമുക്ക് ഇനി ഇത് എടുത്തിട്ടിട്ട് വേണം നമുക്ക്. അപ്പം നമുക്ക് ഉഴുന്നോരിപ്പ് ഇത് ചമ്മന്തി പിടിക്കാം. സാമ്പാറുണ്ട്. അപ്പം ചൂടിഡലിക്ക് സൂപ്പർ ടേസ്റ്റാണ്. ഉഴുന്നോരിപ്പ് ഉപ്പ് ഇട്ട് അമ്മ മൂപ്പിക്കുക. ഇത് മൂത്ത് വരുമ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് മുളക് പൊടി ഇട്ട് കൊടുക്കണം. നമ്മുടെ എരിയുടെ അനുസരിച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കണം. ചിലർ കുരുമുളക് പൊടി ഇടും. ഞാൻ കുരുമുളക് പൊടി ഇല്ലാത്തതുകൊണ്ട് മുളക് പൊടി ഇടുക. അപ്പോൾ ഉഴുന്നോരിപ്പ് മൂക്കത്താപ്പത്തേന് നമുക്ക് ഇഡലി എടുക്കാം. ഇഡലി എടുക്കണം. കുറച്ച് വെള്ളം എടുക്കാം. നമുക്ക് വെള്ളത്തിൽ ഇങ്ങനെ മുക്കിയിട്ട് ഇഡലി എടുക്കാണ്ടല്ലോ, ഇങ്ങനെ സ്പൂൺ മുക്കണം. സ്പൂൺ മുക്കിച്ചിട്ട് ചേർത്താൽ നല്ലോണം കിട്ടും. നല്ല പഞ്ഞി വരണ്ട, നല്ല സോഫ്റ്റ് ഇഡലിയാണ്. അത് ഞാൻ അങ്ങനെ ഈ ഇഡലി ഉണ്ടാക്കുമ്പം നമ്മൾ കൂടുതൽ ഉഴുന്നോരിപ്പ് ചേർത്ത് ഇഡലി ഉണ്ടാക്കിയാൽ നല്ല പഞ്ഞി പോലുള്ള സൂപ്പർ ഇഡലി കിട്ടും. അപ്പം നമുക്ക് ചൂടിഡലിയും നല്ല അടിപൊളി ചമ്മന്തിപ്പൊടിയും സാമ്പാറും ഒക്കെ ആയിട്ട് കഴിക്കും. ഒരു തട്ടിലൂടെ ഉണ്ട് കണ്ട, ഇത് കൊടുക്കാം. പഞ്ഞി പോലെ ഇരിക്കുന്ന ഇഡലി, നല്ല സോഫ്റ്റ്. കണ്ടോ, ചൂട് ഇഡലി. ഒരു കപ്പം ഒരു കപ്പത്തേക്ക് ഇവിടെ കിടന്ന് മൂക്കുക. അപ്പം നമുക്ക് ഈ ഒരു തട്ടം കൂടെ അങ്ങ് കോരി ഒഴിക്കാം. ഒരു പിടി അരിയായിട്ടുള്ളൂ, പക്ഷെ ഉണ്ട്. എന്താ ഒരു തട്ടുകളുണ്ട്. ഇഡലിയുടെ പച്ചരിയാണ് വാങ്ങിച്ചത്. അത് നമ്മൾ ട്യൂസ്ഡേ പോയില്ലേ, അപ്പോൾ അവിടുത്തെ ഇഡലി ഉണ്ടാക്കിയ പച്ചരിപ്പൊടി വെച്ചാൽ അതിനകത്താണ് പച്ചരി മേടിച്ചത്. അതിനകത്താണ് നമ്മൾ ഇഡലി ഉണ്ടാക്കിയത്. ഇഡലിക്ക് അരി വെള്ളത്തിൽ ഇട്ടത്. അപ്പോൾ ഞാൻ ഉഴുന്നോരിപ്പൊക്കെ നാട്ടെ ഉഴുന്നോരിപ്പൊക്കെ മൂക്കാറായിട്ടുണ്ട്. നമുക്ക് മറ്റേ മുളക് പൊടിയിൽ ഇട്ടിട്ട് ഇത് തണുക്കണം. ഇത് തണുത്തിട്ട് പൊടിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ സൂപ്പർ ചമ്മന്തിപ്പൊടി
നല്ല ടേസ്റ്റ്. ചിലവർ ഇതിനകത്ത് വെളിച്ചെണ്ണ അരച്ച് കഴിക്കും. വെളിച്ചെണ്ണ അരച്ച് കഴിച്ചാലും നല്ലതാണ്, വെളിച്ചെണ്ണ ഇല്ലാതെ കഴിക്കാറില്ല. ഞാൻ വെളിച്ചെണ്ണ കഴിക്കാറാണ് കഴിക്കുന്നത്, ഭയങ്കര ഇഷ്ടമാണ്. അരി ഇട്ട് വറുത്തു ഇങ്ങനെ ചമ്മന്തി പിടിക്കും. പക്ഷെ അരിയെക്കാട്ടും ടേസ്റ്റ് ഉഴുന്നുപരിപ്പിനകത്ത് ഉണ്ടാക്കുന്നതാണ് ടേസ്റ്റ്. ഉഴുന്നുപരിപ്പ് ചെറുതായിട്ടൊന്ന് മൂക്കണം കേട്ടോ. ഉഴുന്നുപരിപ്പൊക്കെ താണ്ടെ ചുമന്നിട്ട് ഇനി നമുക്കതിലോട്ട് തീ ഓഫ് ചെയ്തിട്ടുണ്ട് അമ്മ. ഇനി നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. നമ്മുടെ എരിക്ക് അനുസരിച്ചത്. ഞാൻ ഇച്ചിരി എരി തോനെയല്ലേ എടുക്കുന്നത്, വെച്ച് തോനെ മുളക് പൊടി ഇട്ട് എന്താ നമുക്കത് ചെറുതായിട്ട് ആ മുളക് പൊടിയുടെ പച്ചമണം ഒന്ന് തോന്നിട്ട് തണുക്കണം. തണുത്തിട്ട് അമ്മ പൊടിച്ചിട്ട് കാണിക്കാം. ഇത് തണുത്ത് പൊടിച്ചിട്ട് അമ്മ കാണിക്കാം. അപ്പോഴേ മക്കളെ അമ്മ അതാ ഇഡ്ഡലിയൊക്കെ തന്നെ കഴിക്കാൻ പോകുന്ന ഇഡ്ഡലി പാത്രത്തിൽ എടുത്തിട്ട് നമുക്ക് പുറത്തോട്ട് സാമ്പാർ ഒഴിക്കാം. അടിപൊളി സാമ്പാർ. ഇനി നമുക്ക് ചമ്മന്തിപ്പൊടി, നമ്മുടെ ഇഡ്ഡലിപ്പൊടി. എല്ലാം രാവിലെ കാപ്പിയെ കുടിച്ചോ? അപ്പോൾ നമ്മൾ ഇഡ്ഡലിപ്പൊടി ഉണ്ടോ. അപ്പം ഈ ഇഡ്ഡലി, സാമ്പാർ, ഇഡ്ഡലിപ്പൊടി, പിന്നെ കാപ്പി, ഇതാണ് അമ്മയുടെ രാവിലത്തെ ആഹാരം. അപ്പം അമ്മ കഴിക്കട്ടെ. എല്ലാ മക്കളും കാപ്പിയൊക്കെ കുടിച്ചോ? കാപ്പി കുടിച്ചില്ലെങ്കിൽ വന്നാൽ കാപ്പി തരാം. അപ്പം അമ്മ കഴിക്കാൻ പോവുകയാണ്, കഴിക്കട്ടെ. അപ്പോഴേ മക്കളെ അമ്മ ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം ചിക്കൻ, അതിൽ നിന്ന് കുറച്ച് ചിക്കൻ എടുത്തിട്ട് ഇച്ചിരി ബിരിയാണി പോലെ വെക്കുക. ഇതിപ്പോൾ കുറച്ച് ചിക്കൻ നമുക്ക് ഫ്രൈ ചെയ്യാം. ഇത് നമുക്ക് ഇച്ചിരി ബിരിയാണി വെക്കാം. ഇപ്പം ഇച്ചിരി വെക്കുന്നോളെ, ഒരാൾക്ക് മതി. ഫിഷ് കട്ടർ എടുക്കട്ടെ. നമുക്ക് ആ ഉപ്പും നീരെടുത്ത് വെച്ചിട്ടുണ്ട്. അതിന് മുളക് പൊടി എടുക്കണം, മുളക് പൊടി എടുക്കും. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ആദ്യം നമുക്ക് അരപ്പുകളൊക്കെ തരട്ടാം. അപ്പം ഇവിടെ ബിരിയാണി ചായിട്ട് ഒരു സവാള, ഒരു 2 കുഞ്ഞു തക്കാളി, കുറച്ച് കറിവേപ്പില, ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ആദ്യം ബിരിയാണി ചുളകത്ത് കുറച്ച് മസാല തരട്ടാം. അതിനകത്ത് നമ്മൾ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി, പിന്നെ നമുക്ക് അതിനകത്ത് കുറച്ച് ബിരിയാണി മസാലയുടെ ഇത് പൊടി. അതിനകത്ത് ഗരം മസാല എല്ലാം ഉണ്ട്. ഇതിൽ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതിനകത്ത് നമ്മൾ ഗരം മസാലയൊന്നും ഇട്ടിട്ടുണ്ട് കേട്ടോ. പട്ട, ഗ്രാമ്പു, ഏലക്ക ഇട്ടിട്ടാണ് ചതച്ചത്. അതിനകത്തോട്ട് നമുക്ക് ബിരിയാണിക്ക് ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു സ്വല്പം മുളക് പൊടി, ഒരു നുള്ളു മുളക് പൊടി, ഇത്ര ഇട്ടിട്ടുള്ളൂ. പിന്നെ ഫ്രൈ ചെയ്യാൻ വേണ്ടി നമ്മൾ കുഞ്ഞി മല്ലിപ്പൊടി, ഒരു 1/2 സ്പൂൺ മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, ഇത്ര ഇട്ടിട്ടുണ്ട്. നമ്മൾ അതിലോട്ട് കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, ഗരം മസാല, പട്ട, ഗ്രാമ്പു, ഏലക്ക എല്ലാം ചതച്ചത് കുറച്ചിട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ഉപ്പ് നീര്, അതെ ഉപ്പ് നീര് അതിലോട്ടും കുറച്ച് ഒഴിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ വെച്ച് ബിരിയാണി ചുളതിനകത്തും കുറച്ച് ഒഴിക്കുന്നുണ്ട്. ഇനി നമുക്കിത് നല്ലോണം തേച്ച് പിടിപ്പിക്കാം. അത് നമുക്ക് ബിരിയാണി ചുള മസാല നല്ലോണം തേച്ച് പിടിപ്പിക്കാം. കണ്ടോ, നല്ല മണമുണ്ട്. എല്ലാ മസാലയും ഗരം മസാല, ഗ്രാമ്പു, പട്ട, ഏലക്ക എല്ലാം കൂടെ നമ്മൾ ചതച്ച് വെച്ചു. ബിരിയാണി ചുളക് തരട്ടി വെച്ചിട്ട് ഇനി നമുക്ക് ഫ്രൈക്കുള്ളത് തരട്ടാം. അതൊക്കെ ചേർത്തിട്ടുണ്ട്. അത് നല്ല കരളും മാങ്ങാണ്ടിയും കുറച്ച് പിന്നെ ഇത് ചിക്കനും എല്ലാം ചേർക്കുന്നത്. നമുക്കിത് വേണ്ട കേട്ടോ. അതിലോട്ട് കുറച്ച് കാശ്മീരി ചില്ലി നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. കാശ്മീരി ചില്ലി ഫ്രൈ ചേർത്തോട്ട് ഉണ്ടോ. അപ്പോൾ അത് എടുത്തിട്ട് ഇതിനകത്ത് കുറച്ച് ഉപ്പ് കുറവാണ്. അപ്പോൾ ഫ്രൈക്കകത്ത് കുറച്ച് മറ്റേ ബിരിയാണിക്ക് കറക്റ്റാണ്. അപ്പോൾ ചോറ് വേവിച്ചുള്ളത് താണ്ടെ അരി ഇട്ടിട്ടുണ്ട്. ബിരിയാണി ചോറ് അരി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈക്കുള്ളത് ശരിയാക്കി എടുക്കാം. അതിനകത്ത് അമ്മ ചോറ് വേണപ്പോഴത്തേനും നമുക്ക് ഫ്രൈക്കുള്ളത് റെഡിയാക്കി. ഇത് എളുപ്പമാണ്. പാൻ വെച്ച് കുറച്ച് എണ്ണയും കൂടെ ഒഴിക്കാം. ഫ്രൈക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം. കുറച്ച് എണ്ണ ഒഴിക്കുന്നുണ്ട് കേട്ടോ, ഫ്രൈ ചെയ്യാം. പിന്നെ നമ്മൾ അതിനകത്തോട്ട് നമ്മൾ ഫ്രൈ ചെയ്തത് ഉണ്ടോ, അരി ഉണ്ടോ, അരി അമ്മ ഇട്ടിട്ടുണ്ട്. അരി വേവട്ടെ, അരി വേവട്ടെ. അരിയൊക്കെ വേവും, പെട്ടെന്ന് വേവും.
നമ്മൾ ഫ്രൈക്കകത്തുള്ള എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ ആദ്യം സെറ്റാക്കണം. അപ്പോഴത്തേക്കും നമുക്ക് ഇപ്പുറത്തെ പാനിലോട്ട് നമുക്ക് ബിരിയാണിക്കുള്ളത് കൂടെ ഒരു പാൻ വെച്ചിട്ട് ചിക്കൻ്റെ സാധനങ്ങൾ ബിരിയാണിക്കുള്ളതെല്ലാം ശരിയാക്കും. അപ്പോൾ പാൻ എടുത്ത് ഈ പാൻ ഇപ്പുറത്താക്കാം. ഫ്രൈക്കുള്ള പാൻ പുറത്തോട്ട് ബിരിയാണി കുറച്ചിട്ട് ആ എണ്ണ ചൂടാകുമ്പോൾ നമുക്ക് ഫ്രൈക്കുള്ളതാണ്. അത് ബിരിയാണിക്കുള്ളത് നമ്മൾ എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ച് ഇനി നമ്മൾ കുറച്ച് നെയ്യ് ഒഴിക്കും. ബിരിയാണിക്ക് വേണ്ടി കുറച്ച് നെയ്യ്. ചിക്കൻ കറിക്ക് വേണ്ടിയുള്ള നെയ്യാണ്. അപ്പോൾ ബിരിയാണി മസാല ചേർക്കാനുള്ള നെയ്യാണ്. കുറച്ച് മതി കുറച്ച് നെയ്യും കൂടി ചേർക്കണം. ബാക്കി നമുക്ക് ചോറ്റിന് ചേർക്കണം. ബിരിയാണിയുടെ മസാലയ്ക്കകത്തുള്ളതായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും പിന്നെ ഗരം മസാല പട്ട ഗ്രാമ്പ് ഏലക്കെല്ലാം നല്ല സൂപ്പർ മണം. അത് ആദ്യം അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ആദ്യം ഇട്ട് കൊടുക്കാം. അതങ്ങോട്ട് മൂത്ത് വരുമ്പോൾ നമുക്ക് നമ്മളിവിടെ അത് മൂത്ത് വന്നപ്പോൾ നമുക്ക് അതിനകത്തോട്ട് മൂത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സവാള ചെറുതായിട്ട് അരിഞ്ഞ സവാള കിട്ടണം. അതങ്ങോട്ട് ഇട്ട് കൊടുക്കാം. കണ്ടേ ചെറുതായിട്ടൊന്ന് സവാളയും കൊടുത്ത് വഴറ്റും. നമ്മൾ ഉപ്പ് ചേർത്തിട്ടുള്ളത് കാരണം നമ്മൾ ഉപ്പൊന്നും ഇപ്പം ചേർത്തിട്ടില്ല. ചോറിന് ഉപ്പ് ചേർത്തിട്ടുണ്ട്. നമ്മൾ ബിരിയാണിക്ക് ഉള്ളതിനകത്തും ചേർത്ത്. അപ്പോൾ നമുക്കിതാ ഇതിവിടെ ഫ്രൈസുകളെല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഇങ്ങനെ വിതറി കൊടുക്കാം. ചെറുതായിട്ട് കുഞ്ഞായിട്ട് അരച്ചെടുക്കും. കാശ്മീരി ചില്ലി ഇട്ടപ്പോൾ നല്ല കളർ. അത് അതിന് മതി കേട്ടോ. അപ്പോഴത്തേനും നമുക്ക് വേണ്ട ബിരിയാണിക്കുള്ളത് ആ ഫ്രൈയുടെ പുറത്തേ നമുക്ക് കുറച്ച് കറിവേപ്പില ഇങ്ങനെ വിതറി കൊടുക്കാം. അവിടെ ഇരുന്ന് വെന്ത് ഫ്രൈ ആയി വരും. അപ്പോഴത്തേനും നമുക്ക് നല്ല മണമുണ്ട്. അപ്പോഴത്തേനും നമുക്ക് ഈ തക്കാളിയും കറിവേപ്പിലയും കൂടി ഇതിനകത്തോട്ടിടാം. നല്ല മണം. ഗരം മസാലയും എല്ലാം ഇട്ടുകൊണ്ടാണ് സൂപ്പർ മണം. ഉപ്പ് ചേർക്കുന്നില്ല കാരണം എന്ന് പറഞ്ഞാൽ ആ അരപ്പിനകത്ത് നമ്മൾ ഈ പരത്തി വെച്ചേക്കുന്നത് നല്ല ഉപ്പുണ്ട്. ബിരിയാണിക്ക് പരത്തി വെച്ചേക്കുന്നത് അത് നമ്മൾ ഉപ്പ് ചേർക്കാത്തത്. ഇതൊന്ന് വാടിയിട്ട് നമുക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഒരുപാട് മൂക്കണ്ട. എല്ലാത്തിനും വാടിയിട്ട് നമുക്ക് ബിരിയാണിക്കുള്ള അരപ്പ് വരട്ടി ചിക്കൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ താണ്ടെ ഉള്ളി വാടിയിട്ടുണ്ട്. ഉള്ളിയും തക്കാളി. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഇത് ഇട്ട് കൊടുക്കാം. കണ്ടോ? എന്നിട്ട് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ചില്ലേ ആ വെള്ളം ഈ മസാല പാത്രത്തിൽ ഇട്ടിട്ട് ആ വെള്ളം കൂടി ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഈ ബിരിയാണിയുടെ ചിക്കനും ഈ മസാലയും എല്ലാം കൂടെ കിടന്ന് ബിരിയാണിയുടെ സംഭവം ഇതിനകത്ത് കിടന്നു വേവിട്ടാണ്. ഈ ബിരിയാണി മസാല ഒന്ന് വെന്ത് വരട്ടെ. ഇപ്പം എല്ലാം ഉണ്ട്. നല്ല ഉപ്പുണ്ട്. ഇപ്പം എല്ലാം ഉണ്ട്. കറക്റ്റായിട്ട് ഉപ്പുണ്ട്. അത് വേവട്ടെ. വെന്തിട്ട് നമ്മൾ കാണിക്കാം. ഫ്രൈക്കുള്ളതാണ്ട് ചിക്കൻ താണ്ട് അത് വെന്തോണ്ട് വെള്ളം വെന്ത് പറ്റി അതവിടെ ഇതിന് ചെറിയ രീതിയിൽ പറ്റട്ടെ. അപ്പം നമ്മൾ ബിരിയാണിയുടെ മസാല ഇവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടോ? ബിരിയാണിയുടെ അരപ്പ് ഇവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആ ചോറ് കണ്ടെങ്കിൽ വേവിച്ച് പാത്ത് വെച്ചിട്ടിട്ട് ഇനി നമുക്ക് ഇത് ചിക്കൻ മസാല നല്ല പെരട്ടി വെന്ത് നല്ല വഴറ്റിന് ശേഷം കാണിക്കാം. അപ്പോൾ നമ്മുടെ ബിരിയാണിക്കുള്ളതാണ് ചിക്കൻ മസാലയെല്ലാം ചിക്കനെല്ലാം അരപ്പ് വെച്ച് നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ പിന്നെ ഒരു ചരിവും വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് നെയ്യ് ഒഴിക്കണം ചോറിനുള്ള. പിന്നെ നമ്മുടെ ചിക്കൻ ഫ്രൈ ഉണ്ടോ, ചിക്കൻ പരട്ട് അത് ചെറിയ രീതിയിൽ അവിടെ കിടന്ന് സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് പാനിലോട്ട് നമുക്ക് നെയ്യ് ഒഴിക്കാം. ചോറ്റിലുള്ള നെയ്യ് ഒഴിക്കാം.
അപ്പം നമ്മൾ പാനിലോട്ട് ചോറ്റിനുള്ള നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. നെയ്യ് ഒഴിച്ചിട്ട് ആ നെയ്ക്കകത്തോട്ട് നമുക്ക് ഈ അരപ്പിടാം. ഈ ചിക്കനും മസാലയും എല്ലാം കൂടെ വേവിച്ച് വെച്ച് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് ചെറിയ നീരൊന്ന് ഇളക്കിയിട്ട് നമുക്കത് നിരത്തിയിട്ട് കൊടുക്കാം. നിരത്തിയിട്ടിട്ട് അമ്മ വേവിച്ച് ഊറ്റി വെച്ച് ചോറുണ്ടല്ലോ അത് നമുക്ക് ഇതിൻ്റെ പുറത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുക്കാം. ഇട്ട് ചോറ് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് ചെറുതായിട്ടൊന്ന് നെയ്യ് ചോറ്റിനകത്തൊക്കെ പിടിക്കാൻ വേണ്ടി ബിരിയാണി ചെറുതായിട്ടൊന്ന് ഇളക്കിയിട്ട് ഉണ്ടാക്കി ഇത് അടച്ചു വെച്ചിട്ട് നമുക്ക് ചെറിയ തീയിൽ 10 മിനിറ്റ് ഇടാം, ആവി വരാം. അപ്പോഴത്തേക്കും നമ്മുടെ താണ്ടെ ചിക്കൻ ഫ്രൈ ഉണ്ടോ, ചിക്കൻ പരത്ത അതാണ്ട് വെള്ളമൊക്കെ പറ്റിയിട്ട് ഇത് ചെറിയ തീയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അമ്മ ഇത് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം കാണിക്കാം. അപ്പോഴെല്ലാവരും ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിച്ചോ? അപ്പം നമുക്ക് ഊണ് കഴിക്കാം. അപ്പം അമ്മ ഊണ് കഴിക്കാൻ പോവാണ്. നമ്മുടെ സ്പെഷ്യൽ ബിരിയാണി എന്താ സ്പെഷ്യൽ ബിരിയാണി. അപ്പം നമുക്ക് ബിരിയാണി വിളമ്പാം. അപ്പം അമ്മ കാല് തന്നെ നമുക്ക് ഉച്ചയ്ക്ക് കഴിക്കാം. കണ്ട സൂപ്പർ ബിരിയാണി ഉണ്ടോ? ബിരിയാണി ഇത് നമുക്ക് ബിരിയാണിയുടെ കൂടെ നമ്മുടെ സൂപ്പർ ചിക്കൻ ഫ്രൈ ഉണ്ടോ? ചിക്കൻ ഫ്രൈ അമ്മ ഉണ്ടാക്കി ചിക്കൻ ഫ്രൈ. അപ്പം ഞായറാഴ്ച സ്പെഷ്യൽ ചിക്കൻ ബിരിയാണിയും ചിക്കൻ പേട്ടും. അപ്പോഴും മക്കളെല്ലാം രാത്രി ആഹാരമൊക്കെ കഴിച്ചോ? അപ്പം അമ്മ ആഹാരം കഴിക്കാൻ പോവാണ്. രാത്രി ഇതാ ഉച്ചക്കത്ത് ചോറ് തന്നെ എടുക്കുന്നത്. ചോറ് മറ്റേ ചിക്കൻ ഫ്രൈ, അമ്മ ബീട്രൂട്ട് അച്ചാർ. അപ്പോൾ ഇതാണ് അമ്മ രാത്രി കഴിക്കുന്നത്. അപ്പോൾ എല്ലാ മക്കളും രാത്രി ആഹാരം കഴിച്ചെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാ മക്കളും അമ്മയുടെ വീഡിയോ കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നല്ലൊരു വീഡിയോ വരാം. ടാറ്റാ.